ബ്രദറെ, ഈ അമ്മയുടെ പേര് രാധ എന്നാണ്. അമ്മ കടക്കിൽ നിന്നാണ് വരുന്നത്. അമ്മ പറയുന്നത് 2018 അമ്മയ്ക്കുണ്ടായ സൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അമ്മയ്ക്ക് 2018 വരുന്നതിന് മുമ്പ്, അതായത് 25 വർഷമായിട്ട് അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ നിമിത്തം അത് പൊട്ടി, അത് പഴുക്കുന്ന അനുഭവം, അത് ഉണങ്ങാൻ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അമ്മ തന്നെ പറഞ്ഞു, എന്തുവായിരുന്നു നമ്മുടെ പ്രശ്നം? കാലിൽ മുറിവുണ്ടാവും, ഒരു പോച്ച തട്ടിയാലും മുറിവ് ഉണ്ടാവും. അത് ഒരിക്കലും അത് ഉണങ്ങൂല. ഉണങ്ങാതാകുമ്പോൾ ബ്ലഡ് കുത്തിയെടുക്കണം കാലിൽ നിന്ന്. ബ്ലഡ് കുത്തിയെടുക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങും. അങ്ങനെ 25 വർഷം കൊണ്ട് അങ്ങനെ കഷ്ടപ്പെടേയിരുന്നു. 25 കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോഴാണ് എന്നെ ഒരു ചേച്ചി ഇവിടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് 2018 കാര്യമാണോ? കൊണ്ടുവന്ന് അപ്പോഴ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴേ ഈ മുറിവങ്ങ് ഉണങ്ങി. മുറിവ് ഉണങ്ങിയെങ്കിലും വെരിക്കോസിൻ്റെ ആ പെയിൻ മാറിയിട്ടില്ലായിരുന്നു. മാറിയിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴുണ്ട് കൊറോണ ആയിപ്പോയി. കൊറോണ ആയപ്പോൾ പിന്നെ ഫോണിൽ കൂടെ TV-യിൽ പ്രോഗ്രാം ചെയ്താണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത്. പിന്നെ ഇവിടെ കയറി പറഞ്ഞില്ലായിരുന്നു സാക്ഷ്യം. അപ്പോഴും ബദർ കഴിഞ്ഞ മെഡിക്കൽ സെൻ്ററിലേക്ക് പറഞ്ഞ് എൻ്റെ തൊടയിൽ നീര് കെട്ടി കിടപ്പുണ്ട്, അതിപ്പോൾ സുഖമാവും, അതിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ മെഡിക്കൽ സെൻ്ററിലേക്ക്. അതാണ് ഇന്ന്. ചേച്ചിയുടെ കാലിലെ തൊടയിൽ നീരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം മെഡിക്കൽ സെൻ്ററിലേക്ക് പോയി. എന്നാൽ 2018 ചേച്ചി വന്ന് സാക്ഷ്യം വന്നായിരുന്നു. അന്ന് കാലില് വേരിക്കോസ് 25 കൊല്ലമായിട്ടുണ്ടായിരുന്നു. അത് മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമുള്ള കാര്യമോ? 2018 നടന്ന കാര്യമോ? 6 കൊല്ലമായി വേരിക്കോസ് ഇല്ല, കാല് പിന്നീട് പൊട്ടിയില്ല. ഒന്ന് ചേർന്ന് കൈയടിക്കാം, കർത്താവിനെ സ്തുതിക്കാം. ദൈവം ചെയ്ത നന്മയ്ക്ക് നന്ദി. പാറ വരെ ഒന്ന് വീണിട്ടുണ്ട് കാലിൽ, എന്നിട്ടും അത് ഉണങ്ങിയിട്ടേ ഉള്ളു, പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം കാലില് പാറ വീണു. പാറ വീണിട്ടും അത് ഉണങ്ങേ ഉള്ളു, പഴുക്കൂല. കാല് പിന്നെ പഴുത്തില്ല എന്ന് പറഞ്ഞ 2018. മറ്റേത് പുല്ല് തട്ടിയ പോലും പഴുക്കുമായിരുന്നു. ഇപ്പൊ 2018 ശേഷം കാല് പാറ വീണു, എന്നിട്ട് പോലും പഴുത്തില്ല.